ഫവാസെ നമസ്കാരം. നമസ്കാരം. ഇന്ത്യ ഉടനീളം രാഷ്ട്രീയ അശ്വമേധം നടത്തുന്നതിനിടയിൽ BJP ഓരോരോ സംസ്ഥാനങ്ങളായി പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ അത് രാഷ്ട്രീയ അശ്വമേധം എന്ന് തന്നെ വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. അങ്ങനെ അവർ അശ്വമേധം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടത്തുന്നതിനിടയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഈ അശ്വമേധത്തെ അവർ വ്യാപിക്കുകയുണ്ടായി. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ അവിടെ അവർ അണ്ണാമലൈ എന്ന് പറഞ്ഞ ഒരു IAS ഉദ്യോഗസ്ഥനിലൂടെയാണ് BJPയെ ഭരണത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ IAS രാജിവെച്ചിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് എന്ന് പറയുമ്പോൾ ഒരു IASകാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വപ്നമാണ് ആ പദവി. IAS നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുഷ്കാലം അവർക്ക് മറ്റു പ്രതിബദ്ധതകൾ, സാമൂഹ്യ പ്രതിബദ്ധതകളൊന്നും ഇല്ലാതെ ജീവിച്ചാൽ പോലും ഭംഗിയായി കഴിഞ്ഞുകൂടാനുള്ള വക ഉണ്ടായിരിക്കും. പക്ഷേ അത്തരം പദവികളൊന്നും തന്നെ വ്യാമോഹിപ്പിക്കുന്നില്ല. തൻ്റെ നാടിന് വേണ്ടി തൻ്റെ ജീവനും ജീവിതവും സമർപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അണ്ണാമലൈ അങ്ങനെ IAS രാജിവെച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുന്നു. BJPയിൽ അദ്ദേഹം അംഗത്വം എടുക്കുന്നു. ഈ അണ്ണാമലൈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 2% മാത്രമായിരുന്നു നമ്മുടെ BJPക്ക് ഉണ്ടായിരുന്ന വളർച്ച. പിന്നീട് അത് 16% ഒക്കെ അദ്ദേഹം ഉയർത്തിയുണ്ടായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റായ ഫവാസിന് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് സംസാരിക്കാൻ സാധിക്കും. പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അത്ര കണ്ട് ആശ്വാസകരമായ ഒന്നും തന്നെ തമിഴ്നാട്ടിൽ കാഴ്ചവെക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇപ്പോൾ അണ്ണാമലൈ അവിടെ തൻ്റെ പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെച്ച് രജനീകാന്തുമൊക്കെ ആയി പുതിയൊരു രാഷ്ട്രീയ രൂപീകരണത്തിന് ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതിന് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. എന്തായാലും അണ്ണാമലൈ BJPയിൽ നിന്ന് മാറുന്നു, രാജിവെച്ച് പുറത്തു പോകുന്നു എന്നുള്ള വാർത്ത വരുന്നു. ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്ന രീതിയിൽ, ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ഫവാസ് ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒന്നാമത്തെ കാര്യം, എന്നാണ് അണ്ണാമലൈ ഈ പറഞ്ഞ പോലെ BJPയിലോട്ട് എത്തിയെന്നുള്ളത് 2020 അദ്ദേഹം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ രാജിവെച്ച് BJP ആയിട്ട് ചേരുന്നത്. 2021 അദ്ദേഹം BJP ചേരുന്നു. 2021 തൊട്ടടുത്ത വർഷം അദ്ദേഹം BJP സംസ്ഥാന അധ്യക്ഷനായി വരുന്നു. അപ്പോൾ പിന്നീട് അങ്ങോട്ട് BJP ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യം. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ലോക്സഭയിലടക്കം അദ്ദേഹം മത്സരിച്ചായിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ അന്ന് BJPക്ക് കിട്ടിയത് 14.24% വോട്ടായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ കാലയളവിൽ 2021 മുതൽ 2024 വരെയായിരുന്നു അദ്ദേഹം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി നിന്നിരുന്നത്. 2025 BJP അദ്ദേഹത്തെ മാറ്റിയിട്ട് നയനാർ നാഗേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷനാക്കി കൊണ്ടുവരുന്നു. ഈ ഒരു 4 വർഷത്തിനിടയിൽ വെറും 3-2% മാത്രം ഉണ്ടായിരുന്ന BJPയുടെ വോട്ട് ശതമാനത്തെ തമിഴ്നാട്ടിൽ അണ്ണാമലൈ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് 14.24%, 14.24% വെറും 3% നിന്ന് ഇത്രയിലോട്ട് അദ്ദേഹം എത്തിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. BJPക്ക് നമുക്കറിയാം, തെക്കേ ഇന്ത്യയിൽ തീരെ വേരോട്ടമില്ലാത്ത സംസ്ഥാനങ്ങളിലൊന്നാണ് ഈ തമിഴ്നാട്. അപ്പം അങ്ങനത്തെ സംസ്ഥാനത്ത് 14% BJPക്ക് എത്തിക്കാൻ പറ്റുന്നതാണ് വലിയ സംഭവം തന്നെയാണ് BJPക്ക്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരിക്കലും നമ്മൾ ദ്രാവിഡ ഐഡിയോളജിയുമായിട്ട് കൂട്ടുകയറേണ്ടതില്ല. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒറ്റയ്ക്ക് ജയലളിതക്കെതിരെ പറയുന്നത് നമ്മൾ കണ്ടു. DMKക്കെതിരെ NDAയുടെ മുന്നണിയായിരുന്നു AIDMKയും അതേപോലെ തന്നെ BJPയും. എന്നിട്ട് പോലും AIDMKക്കെതിരെ അദ്ദേഹം പരസ്യമായി പ്രസ്താവനകൾ നടത്തുന്നു, ജയലളിതക്കെതിരെ പറയുന്നു. ഇത്തരത്തിൽ ഒരു രക്ഷയുമില്ലാത്ത ദ്രവിഡിയൻ കൾച്ചറിനെതിരെ അതിശക്തമായി പറയുന്നു. എന്നിട്ടും അദ്ദേഹം ഈ പറഞ്ഞ പോലെ 14% വോട്ട് ഉണ്ടാക്കി. പക്ഷെ BJP കേന്ദ്ര നേതൃത്വം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇങ്ങനെ തമിഴ്നാട്ടിൽ നടക്കില്ല. തമിഴ്നാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കാലത്തും മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട്, ഇപ്പോൾ DMK നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് കാണാൻ പറ്റും, ലീഗ് കാണാൻ പറ്റും, CPM കാണാൻ പറ്റും, CPI കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ വിശാലമായ സഖ്യമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ തമിഴ്നാട് പിടിച്ചിറക്കാൻ പറ്റുക എന്നുള്ളതായിരുന്നു BJP കേന്ദ്ര നേതൃത്വത്തിന്റെ വിശ്വാസം. അതെ. അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ അണ്ണാമലൈ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് പകരം നയനാർ നാഗേന്ദ്രനെ കൊണ്ടുവരുന്നു. നയനാർ നാഗേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷനാകുന്നു. എന്നിട്ട് ഇപ്പോൾ ഈ നടന്ന ഇലക്ഷനിൽ BJPക്ക് എത്ര വോട്ട് ശതമാനം കിട്ടിയതുകൊണ്ട് നമ്മൾ നോക്കണം. 2.62% BJPയുടെ ഈ നിയമസഭയിലെ വോട്ട് ശതമാനം. അതായത് അണ്ണാമലൈ BJPയുടെ ഈ സാരഥ്യം ഏറ്റെടുക്കുന്നതിന് മുമ്പ് BJPയുടെ അവസ്ഥ എന്തായിരുന്നോ ആ അവസ്ഥയിലേക്ക് വീണ്ടും കൂപ്പുകുത്തിയെന്നാണ് ചുരുക്കം. അപ്പം ഇത്തരത്തിലായിരുന്നു നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരു ദ്രാവിഡ പാർട്ടികളുമായിട്ടും നമുക്ക് യാതൊരുവിധ ബന്ധവും വേണ്ട. നമുക്ക് നമ്മളെ ഐഡിയോളജി അത് പെട്ടെന്ന് നടക്കില്ല, പക്ഷെ
പറ്റും എന്നുള്ളത് അദ്ദേഹം അന്നേ BJP കേന്ദ്ര കമ്മിറ്റിക്ക് ഉറപ്പ് കൊടുത്തായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ കേന്ദ്ര BJP അത് വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ പദവിയിൽ നിന്നടക്കം മാറ്റി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം അദ്ദേഹം പാർട്ടി മാറുന്നത്. പക്ഷെ പാർട്ടി മാറുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം BJP തമിഴ്നാട് ഘടകത്തിനെതിരെ പറയുന്നുണ്ട്, AIDMKക്കെതിരെ പറയുന്നുണ്ട്, DMKക്കെതിരെ പറയുന്നുണ്ട്. അപ്പം അദ്ദേഹം കണ്ടൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു പരിധി വരെ ശരിയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഒറ്റയ്ക്ക് BJPക്ക് തമിഴ്നാട്ടിൽ പിടിക്കാൻ പറ്റുന്നുള്ളത്. അത് ഒരു പാർട്ടിക്കാരും വിശ്വസിച്ചതായിരുന്നില്ല. ഇവൻ കോൺഗ്രസ് പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അത് തെളിയിച്ചു കൊടുത്തത് വിജയിയായിരുന്നു. ഒറ്റയ്ക്ക് ഒരു മുന്നണിയുടെ ഇല്ലാണ്ട് 108 സീറ്റ് വരെ വിജയ് പിടിച്ചു. അപ്പം അതേ ഒരു സിറ്റുവേഷൻ BJPക്കും നടക്കാൻ പറ്റും എന്നുള്ള അദ്ദേഹം അന്നേ മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പറഞ്ഞപ്പം BJPയുടെ കേന്ദ്ര നേതൃത്വത്തെ അത് മനസ്സിലായില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. എന്തായാൽ പോലും അദ്ദേഹം ഇപ്പോൾ പാർട്ടി മാറുമ്പോഴും അദ്ദേഹം പറയുന്നത് BJP തമിഴ്നാട് ഘടകത്തോട് അദ്ദേഹത്തിന് വിയോജിപ്പുണ്ട്. ഇപ്പം അദ്ദേഹം രാജിവെച്ചു. ഇന്ന് രാജിവെക്കുമ്പോഴും ഇന്ന് വൈകുന്നേരം അദ്ദേഹം അമിത്ഷായിട്ട് കാണാൻ പോകുന്നുള്ളത്. ഇത് ഇതേവരെ കേട്ടുകേൾവില്ലാത്ത സമ്പ്രദായമാണ്. പാർട്ടി വിട്ടിട്ടും ആ പാർട്ടി നേതാവിനായിട്ട് കാണും. ഇതിനർത്ഥം തമിഴ്നാട് BJPയോട് അദ്ദേഹത്തിന് വിയോജിപ്പുണ്ട്. പ്രാദേശിക തലത്തിലാണ് വിയോജിപ്പ്. അതെ, കേന്ദ്ര നേതൃത്വമായിട്ട് യാതൊരുവിധ പ്രശ്നവുമില്ല. പിന്നെ അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന മറ്റൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ BJP ഇനി താമര ചിഹ്നത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ജയിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് മറ്റൊരു പാർട്ടി, മറ്റൊരു ഐഡിയോളജിയായിട്ട് മുമ്പോട്ട് വരണം എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പുതിയൊരു സംഘടന രൂപീകരിക്കുന്നുണ്ട്. ആ സംഘടനയുടെ പേര് എന്ന് പറഞ്ഞാൽ മക്കൾ ശക്തിമയ്യം. ഇതാണ് പുതിയ അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ പേര്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചൊരു 4-5 വർഷം അടിത്തട്ടിൽ പ്രവർത്തിക്കുക. അത് കഴിഞ്ഞൊരു പുതിയ രാഷ്ട്രീയ പാർട്ടി, ഇദ്ദേഹം ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ നിന്നത് കോയമ്പത്തൂർ ബേസ് ആക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ എന്ന് നമുക്കറിയാം പാലക്കാടുമായിട്ട് ബോർഡർ ചെയ്ത്. അപ്പോൾ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, കോയമ്പത്തൂർ ബേസ് ആക്കിയിട്ട് സാധനം തുടങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിലും ഇതിൻ്റെ ഒരു എഫക്റ്റ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. നമുക്കറിയാം BJP സംബന്ധിച്ചിടത്തോളം കേരളത്തിലും വലിയ വേരോട്ടൊന്നുമില്ല. ഇപ്പോൾ ഉള്ളത് തന്നെ തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം ഭാഗത്തൊക്കെ 3ഓളം സീറ്റ് BJPക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ബാക്കി കേരളത്തിലൊന്നും വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കോയമ്പത്തൂർ നമ്മൾ പാലക്കാട് ബോർഡർ ഷെയർ ചെയ്യുന്ന ജില്ലയാണ്. അപ്പം അത്തരത്തിൽ നോക്കുമ്പം BJPക്ക് വേര് കേരളത്തിലടക്കം ഊന്നി നിൽക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണെന്നുള്ള രീതിയിൽ അദ്ദേഹം ഇത് BJPക്ക് മുമ്പിൽ എന്തായാലും പ്രസൻറ്റ് ചെയ്യും. പോരാതെ രജനീകാന്തിനെ കൂട്ടുപിടിക്കാനുള്ള സംഭവമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അത് എത്രത്തോളം രജനീകാന്തി പറഞ്ഞ പോലെ BJPയായിട്ട് നല്ല ബന്ധമുണ്ട്, പക്ഷെ അത് സമ്മതിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സത്യാവസ്ഥ. പക്ഷെ BJPയായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എത്രത്തോളം ഈ സാധനം സക്സസ്ഫുൾ ആവും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒന്ന് തന്നെയാണ്. എന്തായാലും ഈ രജനീകാന്തും കമലഹാസനും ഒക്കെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വന്നിട്ട് പയറ്റ് മതിയാക്കി പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അവിടെയാണ് ഇപ്പോൾ വിജയ് എന്ന് പറയുന്ന ആ ഒരു താരത്തിൻ്റെ ഒരു പ്രസക്തിയും പ്രാധാന്യവും നമ്മൾ കണ്ടറിഞ്ഞത്. ഈ 108 സീറ്റ് നേടി അവർ ഭരണത്തിലേക്ക് വരുമ്പോൾ അത് വലിയൊരു നേട്ടം തന്നെയാണ്. പക്ഷേ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട് രാഷ്ട്രീയം നമ്മൾ നോക്കുമ്പോൾ ഈ ദ്രവീഡിയൻ കൾച്ചറായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയാണ് അവർക്കുള്ളത്. അത് വിട്ടിട്ട് അവർക്ക് ഇപ്പുറത്തേക്കൊരു ചിന്താഗതി ഇല്ലാത്ത രീതി, അവരുടെ തനതൊരു സംസ്കാരം, ആ ദ്രാവിഡ സംസ്കാരം വിട്ടിട്ട് അതിനപ്പുറത്തേക്ക് അവർ എന്തും ഉൾക്കൊള്ളാനുള്ള ഒരു തയ്യാറ് ഇല്ല എന്നുള്ളതിൻ്റെ പല സൂചനകളാണ് പല സമയത്തും വരുന്നത്. എന്നാൽ ഇപ്പോൾ അണ്ണാമലയെ പോലുള്ള പരിണിതപ്രജ്ഞരായ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർ കൃത്യമായ ഭാവനയോടുകൂടി കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പോൾ പുതിയൊരു പാർട്ടി രൂപീകരിക്കുകയും അതിനിപ്പോൾ നമ്മുടെ കേരളത്തിലെ BDJS പോലെ NDAയുടെ ഘടകകക്ഷിയായിട്ട് നിർത്തുകയും പുതിയൊരു ചിഹ്നത്തിൽ തമിഴ്നാട്ടിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങി ചെന്നും ഒരു 3-4 വർഷം പ്രവർത്തിക്കുകയും പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരികയും അന്ന് BJPയുടെ സ്വാധീനം എങ്ങനെയാണോ, അല്ലെങ്കിൽ BJP ഇത്ര കണ്ട് പവർഫുള്ളായിട്ട് നിൽക്കുകയാണെങ്കിൽ അവരുടെ ഒരു ഘടകകക്ഷി എന്ന രീതിയിലൊക്കെ മത്സരിച്ച് അണ്ണാമലയ്ക്ക് തീർച്ചയായിട്ടും തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്താൻ പറ്റുമെന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടൽ. അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിനുള്ള കേപ്പബിലിറ്റി ഉള്ള ആൾ തന്നെയാണ്. എന്തായിരിക്കും ഈ കാര്യത്തിൽ ഇനി നടക്കുക എന്നുള്ളത് പ്രഗത്ഭന്മാരായ പല ആളുകളും, അതായത് തമിഴ്നാടിൻ്റെ ഒരു സംസ്കാരം സിനിമയായിട്ട് ബന്ധപ്പെട്ട് വീരാരാധനയായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ജയലളിതയും MGRും നമ്മുടെ ഇപ്പോൾ വിജയും എല്ലാം ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നത് എന്നുകൂടി എടുത്തു പറയേണ്ടതായി വരും. പക്ഷേ അവിടെ പോലും തമിഴ്നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ താരമൂല്യമുള്ള ആരാന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു രജനീകാന്ത് തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട്. ആ രജനീകാന്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയായി വന്നിട്ട് അദ്ദേഹത്തിന് ശോഭിക്കാൻ സാധിച്ചില്ല. അതുപോലെ വല്ലഭൻ എന്നറിയപ്പെടുന്ന കമലഹാസനും വലിയ വളക്കൂറുള്ള മണ്ണായിരുന്നില്ല രാഷ്ട്രീയത്തിന് തമിഴ്നാട്. അപ്പോൾ അവരെയൊക്കെ ഭേദിച്ചുകൊണ്ട് വിജയ് മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്നു. ഇപ്പോൾ അണ്ണാമല ഈ പറഞ്ഞതുപോലെ തമിഴ്നാടിൻ്റെ മുക്കുമൂലയും തിരിച്ചറിഞ്ഞ് തനിത്തമിഴൻ, അദ്ദേഹം തമിഴ്നാടിൻ്റെ പൾസ് മനസ്സിലാക്കി വീണ്ടും തമിഴ്നാടിൻ്റെ ഉൾഗ്രാമങ്ങളിലേക്ക് പാലക്കാട് പോലുള്ള കേരളവുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂരിൻ്റെ അതിർത്തി പങ്കിടുന്ന ആ സ്ഥലങ്ങളിലേക്കൊക്കെ വന്നിട്ട് തമിഴ്നാടിനെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തനം നടത്തുമ്പോൾ നാളെ അണ്ണാമല
ഇന്നിപ്പോൾ വിജയ് നാട്ടിയ ഒരു വെട്രി കൊടി അവിടെ പാറിക്കുക എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല ഇതിപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോയമ്പത്തൂർ ഇപ്പം അദ്ദേഹം രാജിവെച്ചപ്പം അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് ഫ്ലെക്സുകളാണ് കോയമ്പത്തൂരിൽ പല ഭാഗത്തും ഉയർന്നു വരുന്നത്. അപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം അണ്ണാമലയെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹം തെളിയിച്ച ഒരു ഭാഗമാണ് കോയമ്പത്തൂർ. ഈ കോയമ്പത്തൂർ നമുക്കറിയാം എന്താ പറയുക, മക്കൾ നീതി മയ്യം എന്നാണ് കമൽഹാസൻ മത്സരിച്ചിട്ട് പോലും വിജയിക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ DMK അവരുടെ രാജ്യസഭാ സീറ്റിലോട്ടാണ് പിന്നെ കയറ്റിവിട്ടത്. അപ്പോൾ ഇത്തരത്തിൽ BJPക്ക് കൃത്യമായ വേരോട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. BJPക്ക് എന്ന് പറയുന്നില്ല, പക്ഷെ അണ്ണാമലയ്ക്ക് കൃത്യമായി വേരോട്ടുള്ള സ്ഥലമാണ് ഈ പറഞ്ഞ പോലെ കോയമ്പത്തൂർ ബന്ധപ്പെട്ട പല ഭാഗങ്ങളും. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം പുതിയ പാർട്ടി രൂപീകരിച്ച് എങ്ങനെയായിരിക്കും അണ്ണാമലയെ BJP ആയിട്ട് കൂട്ടുചേരുമോ, അതല്ല വിജയ് പിന്നെ ഒരു പതാക ഉയർത്തിയതുപോലെ സ്വന്തം പതാക തമിഴ്നാട്ടിൽ അണ്ണാമല ഉയർത്തുമോ എന്നുള്ള കാര്യം കണ്ടറിയാം.